എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായ കുടിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഫോണൊക്കെ ഓണാക്കി വെച്ച് അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വിറക് കത്തിച്ച് തീ കത്തിച്ചിട്ട് ചോറും കറിയൊക്കെ അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് വിറകൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് ഉണങ്ങിയതൊക്കെ പെറുക്കി കത്തിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ നല്ല വെയിലുണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പെറുക്കി കത്തിക്കും കേട്ടോ. അപ്പോൾ വെണ്ണീറൊക്കെ ആദ്യം വാരിയിട്ട് പിന്നെ അടുപ്പും വീതനയൊക്കെ ഒന്ന് നനച്ച് തുണിയൊക്കെ നനച്ചിട്ട് ആ പൊടി പാറിയതൊക്കെ ഒന്ന് തുടച്ചെടുക്കും. എന്നിട്ട് പിന്നെ ചട്ടികളൊക്കെ ഒന്നും കൂടി കഴുകി വെക്കും കേട്ടോ. അപ്പോൾ 2 ദിവസം കൂടുമ്പോഴാണ് എടുക്കാത്ത ചട്ടികളൊക്കെ ഒന്ന് കഴുകി വെക്കുള്ളൂ. ഡെയിലി ചട്ടികൾ കൊണ്ട് എടുക്കാത്ത ചട്ടികൾ ഉപയോഗിക്കാത്ത ചട്ടികൾ കഴുകാറില്ല. എന്നും കറി വെക്കാൻ എടുക്കുന്ന ചട്ടികൾ പിന്നെ നമ്മൾ എന്നും കഴുകുമല്ലോ. അപ്പോൾ ഈ പൊടി വെണ്ണീർ പാറിയതുകൊണ്ട് കാണുമ്പോൾ ഒരു എന്തോ പൊറുതിയേടാണ്. അപ്പോൾ ഞാനത് വെണ്ണീർ വാരിയിട്ട് തുടച്ചതിന് ശേഷം വീതന തുടച്ചിട്ട് പിന്നെ ഞാൻ ആ ചട്ടികളൊക്കെ ഒന്ന് തുടച്ചിട്ട് മാറ്റി വെക്കും. ചോറിന് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെണ്ണീറൊക്കെ വാരിയതെന്ന് പൊടിയൊക്കെ പാറിയതൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇന്ന് നമ്മളൊരു പൈനാപ്പിൾ പച്ചടിയാണ് സദ്യ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്കറിയാവുന്ന എൻ്റെതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ സദ്യ സ്പെഷ്യലൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല കേട്ടോ. യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ അങ്ങനത്തെ റെസിപ്പീസൊക്കെ നോക്കി ഉണ്ടാക്കാറുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ പഠിച്ചെടുത്ത രീതിയിൽ ഉണ്ടാക്കാറാണ് കേട്ടോ. ഈ ഓണത്തിന് ഉണ്ടാക്കുന്ന പായസമൊക്കെ ഞാൻ എൻ്റെതായ ആ ഒരു ശൈലിയിൽ രുചിയിലൊക്കെ ഞാൻ ഉണ്ടാക്കും. അല്ലാത്തതൊന്നും ഈ പച്ചടി കിച്ചടി അതുപോലെ തന്നെ അവിയൽ അങ്ങനത്തെ ഒക്കെ എനിക്ക് അറിയും. എന്നാലും ചില ഭാഗത്ത് നമുക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അങ്ങനത്തെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കൂന്തൽ റോസ്റ്റ് ചെയ്തതുകൊണ്ട് അപ്പോൾ കൂന്തൽ റോസ്റ്റ് ചെയ്തതൊക്കെ ആദ്യം ഞാൻ ഗ്യാസുമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ മീൻ കൊണ്ടുവന്നപ്പോൾ അത് ഉണ്ടാക്കി വെക്കലാണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ചോറും പൈനാപ്പിൾ പച്ചടി മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചിട്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വേവുള്ള അരി ആയതുകൊണ്ട് വിറകടുപ്പ് വെച്ചാൽ തന്നെ ശരിയാവുള്ളൂ. എന്നാലാണല്ലോ ആ ചൂടിൽ കിടന്ന് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഗ്യാസുമ്മേലാവുമ്പോൾ ഒരുപാട് സമയമാവും. പിന്നെ റൈസ് കുക്കറിൽ ഞാൻ ഇറക്കി വെച്ചിട്ട് ചെയ്യാറുണ്ട് ഇടയ്ക്ക് ദിവസങ്ങളിൽ. ചിലപ്പോൾ എനിക്ക് അതിൽ വെക്കാൻ തോന്നില്ല. അപ്പോൾ ഞാൻ ഗ്യാസുമ്മേ തന്നെ വെക്കും കേട്ടോ. അല്ലെങ്കിൽ വിറകുണ്ടെങ്കിൽ അടുപ്പത്ത് വെക്കും. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീഡിയോസൊക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ. ഒരുപാട് കൂട്ടുകാരൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന്. കാണുന്ന സമയത്ത് ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്. അപ്പോൾ തീ നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. കത്തി അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് കെടൂല. പിന്നെ നമ്മളതിൻ്റെ അടുത്ത് നിന്നിട്ട് കത്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇടയ്ക്ക് ഇതാ കറണ്ടൊന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വീണ്ടും വരുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് വന്നും പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. എന്നാലും വേണ്ടില്ല. പറഞ്ഞ സമയം കൊണ്ട് തന്നെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. കുറച്ച് വെള്ളം ഞാൻ കപ്പിലേക്ക് മാറ്റി എന്നിട്ട് അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ വെള്ളം തന്നെ നമുക്ക് ലാസ്റ്റ് ചോറിൽ വെള്ളം തികയാതെ വരുന്ന സമയത്ത് ചോറ് നിറഞ്ഞ് വരുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആ വെള്ളം ചോറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ ഒന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ പച്ചടി കുറേ ദിവസമായി ഞാൻ അങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഒരു കൊതി ഉണ്ടായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പച്ചടി ഞാൻ വെള്ളരിക്ക പച്ചടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. എന്ത് സാധനങ്ങൾ അരിഞ്ഞെടുത്താൽ ആ സമയം എനിക്ക് അപ്പം അവിടെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. കയ്യോടെ ഞാൻ ആ പൊടികളൊക്കെ തട്ടും. അതുപോലെ തന്നെ ഈ അടുപ്പിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെണ്ണീർ പാറുമല്ലോ. അപ്പോൾ ഞാൻ ഒരു പഴയ തുണി കഷ്ണം അവിടെ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ആ വെണ്ണീറൊക്കെ ഇങ്ങനെ തുടച്ച് മാറ്റും. അടുപ്പിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പൊടി പാറിയിട്ടും വെണ്ണീർ പാറിയിട്ടും ഒന്നും കാണുന്നത് എനിക്കിഷ്ടമല്ല. അതുപോലെ തന്നെ ചോറും കലത്തുമ്മലും കറിക്കലത്തുമ്മലൊക്കെ ഇങ്ങനെ വെണ്ണൂറ് പാറിയിട്ട് ഇങ്ങനെ ഊതിയിട്ട് ഒന്നാകെ പാറിപ്പിക്കുമല്ലോ വെണ്ണൂറ്. അങ്ങനെ എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ കലത്തുമ്മലൊക്കെ വെണ്ണീർ പാറിയിട്ടുണ്ടെങ്കിൽ ഞാനതൊക്കെ തുടക്കും കേട്ടോ. കാണുമ്പോൾ എന്തോ ഒരു പൊറുതിയേടാണ് എനിക്ക്.
കൈതച്ചക്ക അരിഞ്ഞിട്ട് പൈനാപ്പിൾ അരിഞ്ഞിട്ട് കഴുകിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറൊക്കെ ഈ ഒരു സമയത്ത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ വെന്ത് ഊറ്റിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇത് അടുപ്പത്തേക്ക് വെച്ചത്. മഞ്ഞൾപ്പൊടി ഉപ്പും ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ ആ തേങ്ങയുടെ കൂടെ വെള്ളക്കാന്താരി ഉണ്ടല്ലോ അത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല എരിവുണ്ടാവുമല്ലോ, കുറച്ച് എരിവിൽ വേണം കേട്ടോ എനിക്ക്, എന്നാലാണല്ലോ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഒരുപാട് ഒരു മധുരമായാലും വലിയൊരു ഇത് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇത്തിരി എരിവിൽ ചേർത്ത് ഉണ്ടാക്കുകയാണ്. തൈരും കൂടി കൂട്ടി അരച്ച് ലാസ്റ്റ് ഞാൻ തേങ്ങ അരയാൻ നേരത്ത് തൈര് ചേർത്ത് വിപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ചെറിയ ചൂടായിട്ട് തിളച്ച് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി. മൺചട്ടി ആയതുകൊണ്ട് പിന്നെ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. പിന്നെ ഞാൻ അവിയലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിയൽ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല, ഒരുപാട് ലെങ്താവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണല്ലോ. രണ്ടും ഞാൻ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കി. തീ കെട്ടിട്ടില്ലായിരുന്നു, പിന്നെ നല്ല കണലും നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വെറുതെ കത്തിപ്പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുപ്പത്ത് തന്നെ പച്ചടിയും ഉണ്ടാക്കി, പിന്നെ അവിയലും ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കൊക്കെയുള്ള അവിയലും പച്ചടിയും അതുപോലെ തന്നെ കൂന്തൽ റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ കഴിക്കാൻ ടൈമായപ്പോൾ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകങ്ങളും നല്ലൊരു പൈനാപ്പിൾ പച്ചടിയുടെ വീഡിയോയും റെസിപ്പീസും ഒക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഈ റെസിപ്പീസൊക്കെ ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഈ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.